വയനാട് ദുരന്തബാധിതരോട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്ന് AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോൻ. ദുരിതബാധിതർക്കായി 30 വീട് നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷവും വീട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. KPCCക്ക് 1 കോടി രൂപ കൈമാറുമെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും ജിസ്മോൻ കുറ്റപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ നിർമ്മിച്ച് നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. 10 ലക്ഷം രൂപ വീതമുള്ള 30 വീടുകൾ നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 2,40,00,000 രൂപ സമാഹരിച്ച് 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളുകൾ പിന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ പോലും ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച തുക നൽകിയിട്ടില്ല എന്നുള്ളത് കേരളത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഈ ദുരന്തബാധിതരോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തബാധിതരോട് മാപ്പ് പറയുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്.